നമസ്കാരം. നമ്മളിന്ന് സഞ്ചരിക്കാൻ പോകുന്നത് തൃശ്ശൂരിലെ ആകാശപാതയിലൂടെയാണ്. സെപ്റ്റംബർ 28 വെള്ളിയാഴ്ചയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. മുൻപ് തുറന്നു കൊടുത്താണ്. പിന്നീടത് AC ഒക്കെ ആക്കിയ ശേഷം പ്രമുഖ വ്യക്തികളെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളെന്തായാലും തൃശ്ശൂരിൻ്റെ അഭിമാനമായ ഈ ആകാശപാത നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരുപാട് പേർ കണ്ടിട്ടുണ്ടാവും, പക്ഷേ അത് കാണാത്തവർ ഒരുപാടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ അഭിമാനമായ ആകാശപാത അവതരിപ്പിക്കുന്നു. ഫുള്ള് AC ആണ്. നമ്മൾ ഈ ചൂട്ടുള്ള കാലത്ത് നമ്മളെ സംബന്ധിച്ച് ഒരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആകാശപാത. കാരണം എന്നല്ലോ, നമ്മൾ ഈ ലിഫ്റ്റിലാണെങ്കിൽ ലിഫ്റ്റിൽ പോകാം കേട്ടോ, ലിഫ്റ്റിലുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു എല്ലാ ഏരിയകളിലേക്ക് പോകാനുള്ള കവാടമുണ്ട്. ബസ് സ്റ്റാൻഡിലായിട്ട് ഈ ശക്തൻ ബസ് സ്റ്റാൻഡായിട്ട് ബന്ധിച്ചിരിക്കുകയാണ് ഈ ആകാശപാത പണിതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക്, മാർക്കറ്റിലേക്ക്, അതിനപ്പുറത്തുള്ള 4 സൈഡിലേക്ക് ആയിട്ടും ഓരോ എന്താ പറയുക, പോകാനുള്ളൊരു വഴികളുണ്ട്. ലിഫ്റ്റ് വഴി പോകാം, അല്ലെങ്കിൽ പടി ഇറങ്ങി പോകാം. അത്രയും മനോഹരമായിട്ടുണ്ട് നമ്മുടെ ആകാശപാത എന്നുള്ളത്. ഒരു വളരെയേറെ കൗതുകം ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അഭിമാനം ഉണ്ടാക്കുന്നത് തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും. കണ്ടോ, ഞാനിങ്ങനെ ഈ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു കേട്ടോ. തിരക്ക് വളരെ കുറവായിരുന്നു. തൃശ്ശൂരിലല്ല, കേരളത്തിൽ തന്നെ ആദ്യത്തെ AC ഉള്ള ആകാശപാത സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് കേട്ടോ. അതാണ് നമ്മളെ ഏറ്റവും വലിയ, കേരളത്തിലെ ആദ്യത്തെ ആകാശപാത എന്ന് വേണമെങ്കിൽ നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും. എന്തായാലും തൃശ്ശൂർ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ആകാശപാത. കാരണം തൃശ്ശൂരിൻ്റെ ഒരു മറ്റൊരു സവിശേഷത കൂടി അറിയാമല്ലോ. തൃശ്ശൂരിലെ ഈ കേരളത്തിലെ തന്നെ ആദ്യത്തെ തുരങ്കം തൃശ്ശൂരാണ്. അപ്പോൾ ആകാശപാത കൂടി തൃശ്ശൂരിനെ അവകാശപ്പെടുന്നു എന്നുള്ളത് ഓരോ തൃശ്ശൂർക്കാർക്കും വളരെയേറെ അഭിമാനകരമായ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരെത്തുന്ന എല്ലാവരും, വിദേശികളടക്കം, ഈ ആകാശപാതയുടെ മനോഹാരിത തേടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അതിന് മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ഒരു വളരെ രസകരമാണ്. കുട്ടിയും കുടുംബമൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങി വരാൻ ഒരു വല്ലാത്ത രസം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് മുടിഞ്ഞ ചൂടാണല്ലോ. ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വഴി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ റോഡ് ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടല്ലോ, അത് വേണ്ട, അപ്പുറത്ത് താഴെ സർക്കസുകാർ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടാരൊക്കെ നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്, മഴ കുറഞ്ഞു. അതുകൊണ്ട് ഈ ചൂട് ഭയങ്കര ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു സേഫ് സോണാണല്ലോ ഈ ആകാശപാത എന്ന് പറയുന്നത്. തന്നെയല്ല, റോഡ് ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല. റോഡ് ക്രോസ് ചെയ്ത് കടക്കാനും ഇത് എളുപ്പമാണ്. ഒന്നെങ്കിൽ നമുക്ക് ലിഫ്റ്റ് വഴി മുകളിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് പടി കയറണ്ട. അപ്പോൾ വെറുതെ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടേ പടി കയറി ബുദ്ധിമുട്ടാണ്ട് നമുക്ക് ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് എത്താവുന്നുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. എന്തായാലും ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ നാട്ടിന് ലഭിച്ച ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഈ ആകാശപാത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തൃശ്ശൂരെത്തുന്നവരും അല്ലെങ്കിൽ തൃശ്ശൂരിനെ സ്നേഹിക്കുന്നവരൊക്കെ ആകാശപാത കണ്ടിരിക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു. കാരണം ഇതുപോലൊരു പാത വേറെ എവിടെ ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ തൃശ്ശൂർക്കാരായതുകൊണ്ട് അതിൻ്റെ അഹങ്കാരം കൊണ്ട് പറയല്ല. എല്ലാവരും വരുന്നവർ കാണുക, അവരുടെ ഒരു അനുഭവം, വ്യത്യസ്തമായ അനുഭവം നമുക്ക് ലഭിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണല്ലോ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി, പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഇത് വേറെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് ഇതിനോട് വരുമാനം ഉണ്ടാക്കുക എന്നതിലുപരി ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. തന്നെയല്ല, ഈ വീഡിയോകൾ എപ്പോഴും യൂട്യൂബിലുണ്ടാവുമല്ലോ. നാളെ എനിക്കിത് കാണാൻ കഴിയും. ഞാൻ പോയ സ്ഥലങ്ങളെക്കുറിച്ചും മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചൊക്കെ എനിക്കത് കാണാനുള്ളൊരു അവസരം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വീഡിയോകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങളുടെ സഹകരണം തുടർന്നും ഉണ്ടാവണം. അപ്പോൾ ഓക്കെ, ബൈ.